കേരള ബാങ്കിലെ പണയ സ്വർണം മോഷണം പോയ സംഭവത്തിൽ മുൻ ഏരിയ മാനേജർ അറസ്റ്റിൽ. ചേർത്തല സ്വദേശി മീര മാത്യുവിനെയാണ് പട്ടണക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരള ബാങ്കിന്റെ വിവിധ ശാഖകളിൽ നിന്നായി 336 ഗ്രാം സ്വർണമാണ് മോഷണം പോയത്. കേസെടുത്ത് 9 മാസങ്ങൾക്ക് ശേഷമാണ് അറസ്റ്റ്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്നും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, എന്തൊക്കെയാണ് പോലീസിന്റെ നടപടികൾ? ഈ 9 മാസം വൈകിയതിന്റെ കാരണം എന്താണ്? വേണുഗോപാലകൃഷ്ണൻ, കേസെടുത്ത് 9 മാസം വൈകാൻ കാരണം ഈ കേസിന്റെ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഒപ്പം തന്നെ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ മീര മാത്യു സമീപിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ നിന്നും പ്രതികൂലമായ നടപടി ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയത്. അപ്പോഴും രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നു പോലീസിന് മേൽ. അതൊക്കെ തന്നെ മാറിയ ശേഷമാണ് പോലീസ് ഇന്നലെ മീര മാത്യുവിനെ ചേർത്തലയിലെ അവരുടെ വീട്ടിൽ നിന്നും പട്ടണക്കാട് പോലീസ് മീര മാത്യുവിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ സംഭവം ഉണ്ടാകുന്നത് 2022-ലാണ്. 2023 മെയ്യിൽ കേസെടുത്തു. 2022 മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയത്ത് റീജിയണൽ മാനേജറായിരുന്ന മീര മാത്യുവിനായിരുന്നു ഈ പട്ടണക്കാട് ചേർത്തല അർത്തുങ്കൽ കേരള ബാങ്കിലെ അവിടെ വരുന്ന സ്വർണ്ണ പണയം, ആ പണയത്തിൻ്റെ സുതാര്യത, ഒപ്പം തന്നെ അതിൻ്റെ സുരക്ഷിതത്വത്തിന് ഒക്കെ തന്നെ ഉറപ്പുവരുത്തേണ്ട അതിൻ്റെ ചുമതല വഹിച്ചിരുന്നത് റീജിയണൽ മാനേജറായിരുന്ന മീര മാത്യു ആയിരുന്നു. പക്ഷേ ഇവർ ഘട്ടം ഘട്ടമായി ഈ തരത്തിൽ ഉരുപ്പടികൾ മോഷണം നടത്തുകയായിരുന്നു. പിന്നീട് ഓരോ സ്ഥലത്തെത്തി ഓരോ ബാഗിൽ നിന്നായി ചെറിയ രീതിയിൽ അല്പാൽപമായിരുന്നു സ്വർണം എടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അതേ ബാങ്കിൽ തന്നെ അവിടുത്തെ ജീവനക്കാരോട് നഷ്ടമായ വിവരം പറയും. പിന്നീട് അത് ജീവനക്കാരുടെ മേൽ അത് ചെലുത്തിയ ശേഷം പിന്നീട് ജീവനക്കാരോട് തന്നെ അത് ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി തന്നെ പിരിച്ച് ജീവനക്കാരെല്ലാവരും കൂടെ ചേർന്ന് ആ പണം ഇട്ട് സ്വർണം തിരികെ വെക്കാനായി പറയും. അങ്ങനെ പല ബാങ്കുകളിൽ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോഴാണ് ബ്രാഞ്ച് മാനേജർമാർ എല്ലാവരും കൂടി പരാതിപ്പെട്ടതും പിന്നീട് ജീവനക്കാരും മറ്റ് ഈ സ്വർണം പണയം വെച്ച ആളുകളും ഒക്കെ തന്നെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ 6 പരാതികൾ വന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ തന്നെയാണ് ഈ സ്വർണം അപഹരിച്ചതെന്ന് മനസ്സിലായതും പിന്നീട് ഇവർക്കെതിരെ കഴിഞ്ഞ 2023 മെയ്യിൽ കേസെടുത്തതും. എന്താണെങ്കിലും ഇന്നലെ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 42 ഗ്രാം 336 ഗ്രാമാണ്, അതായത് 42 പവനോളം സ്വർണ്ണമാണ് പലപ്പോഴായി ഇവർ പല ബാഗുകളിൽ നിന്നായി പല ആളുകളുടെയും സ്വർണം അപഹരിച്ചിട്ടുള്ളത്. വേണുഗോപാലകൃഷ്ണൻ, നിലവിൽ ഇവർ ഇന്നലെ രാത്രി തന്നെ ഇവരെ റിമാൻഡ് ചെയ്തിരുന്നു. ശരി, മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്.